വെൽക്കം ടു എ ന്യൂ വീഡിയോ. അപ്പം മച്ചാരെ കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെ ഇൻ്റലിജൻസ് ഉപയോഗിക്കണമെന്ന്. അപ്പം ഞാൻ കുറച്ച് തപ്പി കണ്ടുപിടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതിലേക്ക് എന്തായാലും ഉപകാരപ്പെടും. ദയവായി ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും പോണ്ട, നിങ്ങൾ ഈ വീഡിയോ കണ്ടേ പറ്റുക ഗൈസ്. നിങ്ങളൊരു പെസ് കളിക്കുന്ന പ്ലെയറാണെങ്കിൽ ഇത് നിങ്ങൾക്ക് നല്ലോണം ഉപയോഗപ്പെടും. നിങ്ങൾക്ക് ഡിവിഷൻ ക്ലൈം ചെയ്യണമെങ്കിൽ ബെസ്റ്റ് വഴി ഇതാ ഗൈസ്. നമ്മൾ ഇൻഡിവിജ്വൽസിൽ പോവുക. ഇപ്പം നമ്മൾ ഈ തോറ്റ് നിൽക്കുവാണ്, കുറേ ഗോളിങ്ങനെ കാച്ചി അടിക്കണം. എന്നാലും ഇതാ ഈ ഒരു സാധനം ഇട്ടാൽ മതി. അതായത് ഇത് കണ്ടോ, നമ്മുടെ ആങ്കറിങ്ങിൽ നമ്മുടെ സ്ട്രൈക്കറിലുള്ള ഒരു കിടില സ്ട്രൈക്കർ നമ്മൾ ഫസ്റ്റത്തെ ഒഫൻസ് 1 വെക്കണം. ആങ്കറിങ് എന്നിട്ട് നിൻ്റെ ടീമിലുള്ള ഒരു കിടില സ്ട്രൈക്കർ. പിന്നെ ഒഫൻസ് 2 നമ്മൾ ഒഫൻസീവ് എടുത്തിട്ട് നമ്മുടെ ഒരു AMF അങ്ങോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമ്മുടെ ഡിഫൻസ് 1 കൗണ്ടർ ടാർഗറ്റ് വെക്കണം. എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മുടെ ആ ബെസ്റ്റ് CF അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള CF വീണ്ടും വെക്കാവുന്നതാണ്. പിന്നെ ഡിഫൻസ് 2 നിങ്ങൾക്കൊരു വിങ്ങർ ഉണ്ടെങ്കിൽ ആ കൗണ്ടർ ടാർഗറ്റിൽ നിങ്ങളുടെ ആ ഒരു ഏത് വിങ്ങറെയാണോ നിങ്ങൾക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഏത് വിങ്ങറിനെയാണോ കൂടുതൽ കളിയുള്ളത്, ആ വിങ്ങറിനെ നിങ്ങൾ വെക്കുക ഗൈസ്. അപ്പം ഈ ഒരു അതായത് ഇത്രയും ഒരു ഇതാണ് നമ്മുടെ ഒരു തോറ്റ് നിൽക്കുമ്പം കുറേ ഗോൾ അടിച്ച് കയറാനുള്ള ഒരു മെത്തേഡ്. അപ്പോൾ ഈ ശനി നമ്മൾ രണ്ടാമത് വരുന്നത്. ഇപ്പം നമ്മൾ ജയിച്ച് നിൽക്കുക, അന്നേരം ഓപ്പോണൻറ്റ് ചിലപ്പം അടിച്ചിട്ട് നമ്മളെ ചിലപ്പോൾ ദേഷ്യമൊക്കെ പിടിപ്പിക്കാറുണ്ടല്ലേ. എന്നാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇപ്പം നമ്മൾ ഒരു ഗോളൊക്കെ അടിച്ച് പിന്നെ അത് നമുക്ക് തീർക്കണമെന്ന് വിചാരിക്കുക. എന്നാലും പിന്നെ നമ്മൾ ഒഫൻസ് 1 ഡിഫൻസ് എടുക്കണം. എന്നിട്ട് നിങ്ങളുടെ ഈ ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ ആയിരിക്കുമല്ലോ, ഈ ലെഫ്റ്റ് ബാക്കോ റൈറ്റ് ബാക്കോ ആയിരിക്കുമല്ലോ കൂടുതലും പോകുന്നത്. കാരണം ബാക്സ് അല്ലേ, അതുകൊണ്ട് ഫുൾ ബാക്ക് അല്ലേ കളിക്കുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ഒഫൻസ് 1 ഡിഫൻസ് ഇട്ടിട്ട് നമ്മുടെ ലെഫ്റ്റ് ബാക്കിനെ വെക്കുക. പിന്നെ ഒഫൻസ് 2 ഡിഫൻസീവ് എടുത്തിട്ട് നമ്മുടെ റൈറ്റ് ബാക്കിനെ വെക്കുക. എന്നിട്ട് 2 ഒഫൻസിലും നമ്മുടെ റൈറ്റ് ബാക്കും ലെഫ്റ്റ് ബാക്കിനും ഡിഫൻസ് വെക്കുക. എന്നിട്ട് പിന്നെ ഡിഫൻസ് 1 എന്ന് പറയുമ്പോൾ നമ്മൾ ഡീപ്പ് ലൈൻ എടുക്കണം. എന്നിട്ട് ഇപ്പം നമുക്കൊരു DMF ഉണ്ടെങ്കിൽ, ഇപ്പം സെർജീഞ്ഞോ DMF അല്ല, പക്ഷെ എന്നാലും ആ ഒരു ഏകദേശം ആ ഒരു പൊസിഷനിലാണ്. അതുകൊണ്ട് ഞാൻ ഡീപ്പ് ലൈന് നമ്മുടെ സെർജീഞ്ഞൊക്കെയാണ് കൊടുത്തേക്കുന്നത്. DMF അല്ലെങ്കിലും DMFൻ്റെ ഏകദേശം ഒരു പൊസിഷനിലാണ് ഗൈസ്, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ഡിഫൻസ് 2 നമ്മൾ ഈ ടൈറ്റ് മാർക്കിംഗ് ഇല്ലേ, ഈ ഒരു ടൈറ്റ് മാർക്കിങ് ഇത് നമ്മൾ മാച്ച് കളിക്കുമ്പം ഓപ്പോണൻറ്റ് എത്ര ടഫാണോ, അതായത് ടഫിൻ്റെ അല്ല, ഓപ്പോണൻ്റ് ടീമിൽ ഏറ്റവും ടഫായിട്ടുള്ള ഒരു സ്ട്രൈക്കർ അല്ലെങ്കിൽ സ്ട്രൈക്കർ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ടുള്ള സ്ട്രൈക്കർ ആരാന്ന് തോന്നുവാണെങ്കിൽ ടൈറ്റ് മാർക്കിങ്ങിൽ അയാളെ വെച്ചോ. കാരണം അന്നേരം ആ ഒരു പ്രത്യേക നമ്മൾ ടൈറ്റ് മാർക്ക് കൊടുക്കുന്ന ഒരു പ്ലെയറെ എല്ലാവരും, അതായത് ആ പ്ലെയറിനെ മൊത്തം കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും ഗൈസ്. ഇതൊരു കിടിലൻ വീഡിയോ ആണ് ഗൈസ്, നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് നല്ല സുഖമായിട്ട് കയറാവുന്നതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഇത് ഉപകാരമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും ബസ് കളിക്കുമെങ്കിൽ ദയവായി അവർക്ക് ഷെയർ ചെയ്യണം ഗൈസ്. അപ്പോൾ ശരി ഗൈസ്, ബൈ.